ഇന്ന് നമുക്ക് ഒരു കുഞ്ഞ് യൂട്യൂബ് ജേണി പറഞ്ഞാലോ? യൂട്യൂബ് ജേണി എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള യൂട്യൂബ് ആയിരിക്കും. എന്നാൽ അങ്ങനെ ഒന്നുമല്ല ഗൈസ്. വെറും 200+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കുട്ടി ചാനൽ. എങ്ങനെ ഇതിലെത്തിയെന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ തിങ്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ. എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വരക്കാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇന്ന് ഭയങ്കര വരക്കാരൊന്നുമല്ല, എന്നാലും എൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വരകളൊക്കെ. അപ്പം എന്നാൽ അതെടുത്ത് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ പേര് പോലും ഓർമ്മയില്ല. സംഭവം എന്തൊക്കെ പറഞ്ഞാലും വെറും 3 വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നുമല്ല, റീച്ച് ആവാത്തതുകൊണ്ട് തന്നെ. കുറേ കഴിഞ്ഞാൽ റീച്ച് ആവുള്ളൂ എന്നറിയാം. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ടിടുമ്പോൾ അത് പെട്ടെന്ന് റീച്ച് ആയിട്ടില്ലെങ്കിൽ ഒരു സങ്കടമല്ലേ എന്ന് വിചാരിച്ച് 3 വീഡിയോ ഇട്ടപ്പോഴത്തേക്കാണ് ഞാൻ നിർത്തിപ്പോയി. അതൊന്നും നമുക്ക് പറഞ്ഞ പണിയില്ല, ഓക്കെ എന്ന് വെച്ചിട്ട് നിർത്തിപ്പോയി. അങ്ങനെ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ 11th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ്. അന്നും ഇതുപോലെ എന്തോ ഒരു ഡ്രോയിങ്ങിൻ്റെ അതുമാതിരി DIYs ഒക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു ചാനൽ. അതും ഇതുപോലെ തന്നെ ഒരു 5-8 വീഡിയോ ഇട്ട് റീച്ചൊന്നുമില്ല, മടുത്ത് അങ്ങനെയൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും ഉണ്ടാവില്ല എന്നറിയാം, എന്നാലും എന്തോ ഒരു ഇത്. അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് ഇപ്പം ഞാൻ അങ്ങനെ വീണ്ടും ഒരു 2-3 വർഷത്തിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിലെങ്കിലും ഞാൻ ഉറച്ച് നിൽക്കുമെന്ന് വിചാരിച്ചപ്പോഴോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇടവേള എടുത്ത് ഇങ്ങനെ പോകും. എന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു പരിസരത്ത് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അതേ ചാനലിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നെ ഇത് വെട്ടി ഉണ്ടാക്കാനുള്ള മടിയുണ്ട്. എന്നാൽ പിന്നെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്നും നടക്കില്ല, കുറച്ചൊക്കെ കാത്തിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.